ഹലോ. ആ എവിടെയാ? വീട്ടില്. വീട്ടിലാ? ഇപ്പൊ നീ പ്രൊഡ്യൂസറെ കാണാൻ പോയില്ലേ? പ്രൊഡ്യൂസറാണ്. ഒരു മൂഡുണ്ടായില്ല പോകാനായിട്ട്. മൂടുണ്ടായില്ലാന്നാ? ഞാൻ എന്തോരം കഷ്ടപ്പെട്ടിട്ടാ നിനക്ക് വേണ്ടി ആ ചാൻസ് മേടിച്ചെന്ന് നിനക്കറിയില്ലേ? നീ ആളെ കാണാൻ പോയില്ലേ? ഒട്ടും പ്രിപ്പയർ ആയില്ല പോകാനായിട്ട്. അതുകൊണ്ട് പ്രിപ്പയർഡ് ആയില്ലെങ്കിൽ എന്താ, അങ്ങ് പോയി കാണാലോ. അതിനിപ്പോ എന്താ? പോവാം. എപ്പൊ പോവാന്ന്? ഇപ്പൊ പോവാനുള്ള ടൈമൊക്കെ കഴിഞ്ഞില്ലേ? ഞാൻ എന്തോരം എഫേർട്ടാ നിനക്ക് വേണ്ടി ഇടുന്നതെന്ന് നിനക്കറിയില്ലേ? അതിലൊരു ചെറിയ ശതമാനം എഫേർട്ട് പോലും നിനക്ക് വേണ്ടി തിരിച്ചിടാൻ പറ്റില്ലേ? പോവാം, ഞാൻ പോവാന്ന് പറഞ്ഞില്ലേ? നീ എന്തേലും കാണിക്കും. ശരി, വെക്കി, ഞാൻ പൊക്കോണ്ട്. കുറച്ചൊരു തിരക്കിലാണുള്ളത്. ഞാൻ എന്തായാലും നാളെ വിളിക്കും. നാളെ വന്നിട്ട് നമുക്ക് കാണാനും പറ്റും. ഓക്കെ? ആരോടോ? ഞാൻ മീര പറഞ്ഞിട്ട്. തമയങ്ങ് വന്നോ? എടോ ഞാൻ വിളിക്കാടോ കേട്ടോ. ഞാൻ എന്തായാലും നാളെ വിളിക്കേ. വരൂ. ഞാൻ ഈ ഫ്ലാറ്റ് ആർക്കും പറഞ്ഞു കൊടുക്കാറില്ല, കാരണം ഇതെൻ്റെ പ്രൈവറ്റാണ്. ചില കാര്യങ്ങൾക്ക് മാത്രമേ ഞാനിത് ഉപയോഗിക്കാറുള്ളൂ. നീ കഥ പറയണ്ടെന്ന് പറഞ്ഞപ്പോൾ നിന്നോട് വരാൻ പറഞ്ഞതാ. തായിരിക്കേ. വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? മീര കുറേ പറഞ്ഞിരുന്നു തന്നെ കുറിച്ച്. തൻ്റെ അടുത്ത് നല്ലൊരു കഥയുണ്ട്, സിനിമ ഉണ്ടാക്കാനൊക്കെ സിനിമക്ക് പറ്റിയൊരു കഥ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. എനിക്കിപ്പോൾ സിനിമയുടെ ഒരു കഥ കേൾക്കാൻ മാത്രമുള്ള സമയം എൻ്റെ അടുത്തില്ല. എനിക്ക് വേറൊരു മീറ്റിംഗ് കൂടി ഉണ്ട്. താനൊന്ന് ചെറുതാക്കിയൊരു ഷോർട്ട് സ്റ്റോറി മാതിരി ഒന്ന് പറയാൻ പറ്റുകയാണെങ്കിൽ നന്നായിരുന്നു. ഇത് ടിസോട്ടിൻ്റെ വാച്ചല്ലേ? അതെ, ടിസോട്ടിൻ്റെ ആണ്. അവിടെ നിന്ന് നോക്കിയപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ? കൊള്ളാം. ഞാൻ എന്തായാലും സ്റ്റോറി തുടങ്ങിക്കോട്ടെ. തുറക്കാം നമുക്ക്. സാർ, നമ്മുടെ കഥ തുടങ്ങുന്നത് നല്ലൊരു മഴയുള്ളൊരു രാത്രിയിലാണ്. ഇല്ലടി, ഞാൻ കുടിക്കണമൊന്നുമില്ല. എന്തിന്? ഞാൻ അവിടെ വന്നിട്ട് എന്തിനാ? നിൻ്റെ അപ്പൻ എന്നെ എന്തെങ്കിലും പറയും, ഞാൻ അതിന് തിരിച്ചു പറയും, പിന്നെ അതൊരു സീനാവും. അതിലും നല്ലത് ഞാൻ ഇവിടെ സമാധാനമായിട്ടിരിക്കണമല്ലേ? മോളിറങ്ങിയ അവളെന്തെങ്കിലും കഴിച്ചോ? ആണോ? ശരിയെന്നാ നീ വെച്ചോ. ആരാ? ചേട്ടാ, ഞാൻ ട്യൂഷൻ കഴിഞ്ഞിട്ട് വരിക. നല്ല മഴയുണ്ട്. സൈക്കിൾ വന്ന് വീണു. ഞാൻ ഇരുന്നോട്ടെ? ഇരിക്കും. വിളിക്കാം. ഫോണൊന്ന് തരുമോ? കയറി ഒരു മിനിറ്റ്. തല തുറത്തു. നല്ലോണം ബ്ലീഡ് ആവുന്നുണ്ടല്ലോ. നീ ആദ്യം അതൊക്കെ ഒന്ന് തുടച്ച് മരുന്ന് വയ്ക്ക്. ഇതെന്ത് പറ്റിയതാന്ന് പറഞ്ഞ? സൈക്കിളിൻ്റെ മേലെന്ന് വീണതാ. എന്ത് വീഴ്ചയുടെ അത്? ഞാൻ ഹെൽപ്പ് ചെയ്യണോ? വേണ്ട. നീ എവിടെ പോയതാന്ന് പറഞ്ഞു ഈ നേരത്ത്? ട്യൂഷൻ കഴിഞ്ഞിട്ട് വരിക.
വീട്ടിലൊന്നും അന്വേഷിക്കില്ലേ? ഇല്ല, അവരൊക്കെ പുറത്താ. വെറുതെ അല്ല. വീട്ടിലേക്ക് വിളിക്കണ്ടേ? നീ നമ്പർ പറ. നീ എന്ത് ചെയ്യാൻ ആലോചിക്കണേ? ഏയ് ഒന്നുമില്ല. നല്ല കോലത്തിലെ വീട്ടിൽ എന്ന് പറയാൻ പോണേ. കനോണല്ലേ അത്? ആ, നിനക്കിതൊക്കെ അറിയും? കുറച്ചൊക്കെ. ഇതിവിടെ കുറച്ചായിരിക്കണം. നോക്കിക്കൂടാ, വൈഫിൻ്റെയാ. നമുക്കിതിൻ്റെ പരിപാടി ഒന്നും അറിഞ്ഞൂടാ. പണ്ട് എൻ്റെ അപ്പൻ ഇങ്ങനെ ഒരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. അന്ന് ഇതേപോലെ ഒരു ക്യാമറ അന്ന് സർവീസിന് വന്നതാ. പക്ഷേ അന്ന് അതറിയാതെ എൻ്റെ കയ്യിൽ നിന്ന് നിലത്തേക്ക് വീണു. എനിക്ക് കുറേ തല്ലി കിട്ടി അപ്പൻ്റെ നിന്ന്. എല്ലാവരും എനിക്ക് എതിരെയായിരുന്നു. എൻ്റെ അമ്മ പോലും. പക്ഷേ ഇപ്പൊ എല്ലാവരും ഓക്കെയാ. എല്ലാവരും നല്ല സന്തോഷത്തിലാ. നിനക്ക് വിശക്കുണ്ടോ? ഞാൻ എന്തെങ്കിലും കഴിക്കാതെടുക്കാം. ഏയ് ഞാൻ പൊക്കോണ്ട്. മഴ എന്തായാലും കുറഞ്ഞില്ലേ? അല്ല, അപ്പോൾ വീട്ടിലേക്ക് വിളിക്കണ്ടേ? വേണ്ട, ബസ് എന്തായാലും ഇവിടുന്ന് കിട്ടും. കുഴപ്പമില്ല. ഉറപ്പാണോ? ഓക്കെ ആണോ? കുഴപ്പമില്ല, ഞാൻ പൊക്കോണ്ട്. എടാ, പക്ഷേ ഈ മുറിവൊക്കെ വെച്ച് ചേട്ടൻ ഇവിടെ തനിച്ചാണല്ലേ? കേരളത്തിലെ ജാഗ്രതാ നിർദ്ദേശം. ബാറ്റ് പത്തിരട്ടിന് ഹോമിൽ നിന്ന് 15-കാരൻ പ്രതിക്കാരൻ രക്ഷപ്പെട്ടു. മോശം ശ്രമത്തിനിടെ വീട്ടുകാരെ കൊലപ്പെടുത്തിയ കേസിലാണ് ഇയാളെ പോലീസ് പിടികൂടിയത്. ഇയാളെ കുട്ടിയാടത്തുകാർക്ക് സഹായിക്കുകയോ വീട്ടിൽ കയറ്റുകയോ ചെയ്യരുത്. ഇത് വൈകുന്നേരത്തോടു കൂടിയാണ് സംഭവം നടന്നത്. ഇയാൾക്ക് വേണ്ടി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറത്തിറക്കി. പണ്ട് കരണ്ട് അങ്ങനെ പറയാറുണ്ടേ 10 എണ്ണയാണ് 10 എണ്ണപ്പടിക്ക് കരണ്ട് വരും. പക്ഷെ തന്നെ എന്റെ അമ്മയിലിപ്പോ ആ തള്ളേനെ ഞാനങ്ങോട്ട് പോകും. പക്ഷെ ചേട്ടൻ പേടിക്കണ്ട, ചേട്ടന് വേണ്ടിട്ടേ ഞാനാണ് അന്ന് 10 എണ്ണക്ക് കരണ്ട് വരാത്തോണ്ടാണ് ഞാൻ ആ തള്ളേനെ വന്നത്. ഇനിയിപ്പോ ഇവിടെ കരണ്ട് വന്നില്ലെങ്കിൽ ചേട്ടനെ ഞാൻ കൊടുക്കും. അപ്പൊ എന്നാലേ 1 2 3 4 5 6
അല്ലടോ എനിക്കങ്ങോട്ട് ഒരു കണക്റ്റ് ആവുന്നില്ല. കാരണം ഒരു ചെറിയൊരു കുട്ടി ഒരു വീട്ടിൽ വരുന്നു, ഒരു ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ഒരാളെ കൊല്ലുന്നു. അതൊക്കെയാണ് പോസിബിൾ ആണോ, അല്ലെങ്കിൽ നമുക്കിത് ആൾക്കാർക്ക് ഇത് കണക്റ്റ് ആവുമോ, എന്താണെന്ന് എനിക്ക് തോന്നുന്നത്. എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് ഇതിൽ. അതൊക്കെ നടക്കും സാർ. ഈ ലോകത്ത് എന്തോരം കാര്യങ്ങൾ നടന്നതും നടക്കാത്തതുമായിട്ടുള്ളതുണ്ട്, ഇനി നടക്കാൻ പോണതുകൊണ്ട്. എന്തായാലും താനൊരു പരിപാടി ചെയ്യേ, ഇതൊന്ന് പോയിട്ടൊന്ന് പൊളിച്ചെഴുത്, എന്നിട്ടൊരു വിശ്വാസ്യത വരുന്ന രീതിയിലോട്ട് നമുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഇരിക്കാം. കേട്ടോ? ഓക്കേടാ, ശരി. ഹലോ, ഞാൻ വിളിക്കടാ, ഞാൻ കുറച്ച് തിരക്കില്ല, ഒരു ഗസ്റ്റ് ഉണ്ട്. സാറും ഇവിടെ ഒറ്റയ്ക്ക് തന്നെയാണല്ലേ?